ഇതല്ല. പിന്നെ ഇത് നമ്മുടെ മേലുദ്യോഗസ്ഥനാ. ഇവിടെ അഴിമതി നടക്കണമെന്ന് അറിയാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി വന്നതാ. വേഷപ്രച്ഛന്നനായി വരാൻ ഇത് കലോത്സവ വേദി അല്ലല്ലോ. നീ പോയി സാറേന്ന് വിളി. എന്നിട്ട് വേണം എന്റെ പണി പോകാൻ. സാറ് പോയി ചോദിക്കും. ഹലോ, എക്സ്ക്യൂസ് മീ, എന്താ നോക്കുന്നേ? അതെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ മക്കളെ ജംഗ്ഷനിൽ ഇറക്കി വിട്ടായിരുന്നേ. അപ്പൊ സ്കൂൾ ബസ്സിൽ അവർ കയറി ഒന്ന് നോക്കിയതാ. സ്കൂൾ ബസ് നോക്കാനാണോ ആ സാധനം ഇവിടെ കൊണ്ട് വച്ചേക്കുന്നത്? എന്തോന്നിലാണ് ഈ സാധനം ഇവിടെ കൊണ്ട് വച്ചിരിക്കുന്നത്? പുഴയിലിട്ട് നോക്കണ്ടേ? അല്ല, ഈ പുഴയിലെ വെള്ളം നീരാവിയായി മുകളിലോട്ട് പോകുന്നു. സാറിന് നോക്കണ്ടേ? സാറത് നോക്കുന്നുണ്ടോ? നീരാവിയായിട്ട് പോകുന്നോ നോക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇയാള് ടിവിയിൽ വന്നിരുന്നോണ്ട് പറഞ്ഞു ഇനിയുള്ള 2 ആഴ്ച ഇവിടെ ഭയങ്കര വേനൽക്കാലമായിരിക്കും, വെയിലായിരിക്കും, ചൂടായിരിക്കും. അത് കേട്ടുകൊണ്ട് ഞാൻ എന്റെ പാവപ്പെട്ട വീടിന്റെ ഓടെല്ലാം വാർക്കപ്പണിക്കായി നിലത്തിറക്കി. ഓട് നിലത്തെത്തിയതും ഇടി വെട്ടി മഴ. കഴിഞ്ഞ 2 ആഴ്ചയായി നിർത്താതെ പെയ്യാണ് മഴ. സാറിനൊരു കാര്യം അറിയാമോ? എന്റെ വീട്ടിൽ 2 മുറിയോ. ആ 2 മുറിയിൽ വെള്ളം നിറഞ്ഞ് ഞാനും എന്റെ ഭാര്യ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തുപോലെ നീന്തിക്കൊണ്ടിരിക്കുക. ഹലോ, ഇതൊരു ഓഫീസാണ്. ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ മാന്യത വേണം. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ഒരു മര്യാദ കാണിക്കണം കേട്ടോ. നിങ്ങളൊരു മേലുദ്യോഗസ്ഥന്റെ മുമ്പിലാണോ ഇങ്ങനെ മുണ്ടും മടക്കി കുത്തിയും സംസാരിക്കുന്നത്? മുണ്ടാ? ഈ മുണ്ട് മടക്കി കുത്തിയേക്കുന്നുണ്ടോ നിങ്ങള്? അയ്യോ, ഇത് മുണ്ടല്ല, ഇതെന്റെ പെണ്ണുമ്പിള്ളേരെ അടിപ്പാവാടയാണ്. എന്റെ മുഴുവൻ വെള്ളത്തിൽ കിടക്കാണല്ലോ. അത് നമുക്ക് മനസ്സിലായല്ലോ 2 ആഴ്ച കൊണ്ടാണെന്ന്. പറ, ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അയ്യോ, എന്റെ പിറകിലൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, കാണാനില്ലല്ലോ. അത് ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ കാര്യമല്ല, എന്റെ പെണ്ണുമ്പിള്ള എന്റെ പിറകെ ഉണ്ടായിരുന്നു, കാണാനില്ല.